all, this is Cock. Guruvayur Ambalanadayil, an out and out complete entertainer. Well balanced entertainer. Vipin Das director, Deepu Pradeep writer. ദീപു പ്രദീപിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നമുക്കറിയാം. വിപിൻ ദാസിൻ്റെ ആദ്യ സിനിമ ജയ 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 ഹേയിൽ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് നമ്മൾ കണ്ടുള്ളതാണ്. രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ ഒരു നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല സിമ്പിളായിട്ട്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാനും തോന്നുമല്ലോ. ഇതിങ്ങനെ ഇതൊരു സിനിമയാണെന്നൊന്നും ആലോചിച്ച് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ അങ്ങനെ കണ്ടങ്ങ് ഇരുന്നിട്ട് അങ്ങനെ സിനിമയുടെ കൂടെ ഒഴുകി അങ്ങ് പോകുന്നൊരു സിനിമ. എന്നിരുന്നാലും ചില സീൻസൊക്കെ എനിക്ക് ചില സമയത്ത് കുറച്ച് ഓവർ ദ ടോപ്പായിട്ടും കുറച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ആസ് എ ഹോൾ നല്ലൊരു എൻ്റർടൈനറാണ് ഈ സിനിമ. നീരജ് രവിയാണ് DOP, ജോണിക്കുട്ടിയാണ് എഡിറ്റർ, അങ്കിത് മേനോനാണ് മ്യൂസിക്കും ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. വള്ളിക്കെട്ട് സോങ്ങൊക്കെ നല്ല നൈസായിരുന്നു. കൂടാതെ റെട്രോ ആയിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണാൻ തുമ്പി പോരാമു, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ജക്സപ്പോസ് ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ റെഫറൻസസ് ഉണ്ട്, ദൃശ്യം റെഫറൻസ്, അതൊക്കെ നൈസായിട്ടാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഹൈ ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ രീതി എന്ന് പറയുന്നത് രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, ആനന്ദേട്ടൻ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം, അതുപോലെ തന്നെ വിനു രാമചന്ദ്രൻ ബേസിൽ ജോസഫ് ചെയ്ത കഥാപാത്രം. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുമാണ് സിനിമയുടെ ഒരു ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറേ ക്യാരക്ടേഴ്സിനെ അവിടെ ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുഞ്ഞിരാമായണം കണ്ട ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് ക്ലൈമാക്സിൽ കൂട്ടപ്പൊരിച്ചിലാണ്. ആ സമയത്ത് അങ്കിത് മേനോൻ ചെയ്ത സ്കോറൊക്കെ കിടുമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചിലോടുകൂടി അവസാനിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ബിൽഡപ്പ് കാര്യങ്ങൾ, കുറേ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കൈൻഡ് ഓഫ് പരിപാടിയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതുകൊണ്ട് യാതൊരുവിധ മടുപ്പ് ഉളവാക്കുന്നില്ല. പിന്നെ എനിക്ക് ആകെ കുറച്ച് സിനിമ ലോ ആയി തോന്നിയത് സെക്കൻഡ് ഹാഫിൽ വന്ന സമയത്ത് മറ്റേ സാഫ് ബോയും സിജു സണ്ണിയും കൂടെ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി കുറേ സിനാരിയോസിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അത് ചില സമയത്തൊക്കെ എനിക്ക് ഡ്രാഗ് ചെയ്യുന്ന പോലെ തോന്നി. അതുപോലെ തമിഴ് നടൻ യോഗി ബാബു വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ കളിച്ചതും കുറച്ച് ഡ്രാഗായി തോന്നി. ആ രണ്ട് ഏരിയയാണ് എനിക്ക് കുറച്ച് ഡ്രാഗായി തോന്നിയത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. പെർഫോമൻസസിലേക്ക് വരുന്ന സമയത്ത് ബേസിൽ ജോസഫിന് സിമ്പിളാണ്, കേക്ക് വാക്കാണ് റോള്. കാരണം അദ്ദേഹത്തിന് ഒരു ടൈലർ മെയ്ഡ് റോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ചുമ്മാ ബിഹേവ് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ന്യൂആൻസസും അദ്ദേഹത്തിൻ്റെ മാനറിസംസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ ഇങ്ങനെ പോകുന്നൊരു ക്യാരക്ടർ. ആ ബേസിൽ ആസ് യൂഷ്വൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സോണേ അല്ല, അദ്ദേഹത്തിൻ്റെ ഏരിയയേ അല്ല. ഞാൻ അവസാനമായിട്ട് പൃഥ്വിരാജ് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ള അയ്യപ്പനും കോശിയിലാണ്. അതായത് അദ്ദേഹം ഒരു റോൾ എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് കണ്ടിട്ടുള്ള ആടുജീവിതം പോലത്തെ സിനിമ എന്നല്ലേ പറയുന്നത്, അത് വേറെ ലീഗ്. ഞാൻ പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഈ കൈൻഡ് ഓഫ് ജോൺറയിൽ ചെയ്തിട്ടുള്ള സിനിമകൾ. അപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ ചിരി പോലും ഇതിനകത്തില്ല. പുള്ളിയുടെ ചിരി പോലും ഭയങ്കര രസത്തിനകത്ത്. അതായത് എല്ലാ രീതിക്കും ആ ക്യാരക്ടർ പിടിച്ച് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ക്യാരക്ടർ, അത് ആ രീതിക്ക് വൃത്തിക്ക്, അതായത് ഗംഭീരമായിട്ട് തന്നെ പൃഥ്വിരാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ അനശ്വര രാജനും നിഖില വിമലും പെർഫെക്റ്റാണ്. നിഖില വിമൽ ഇങ്ങനെ എപ്പോഴും കുറച്ചൊരു ഉണ്ടല്ലോ, അത് കറക്റ്റ് പറ്റിയ റോളാണ്. അനശ്വര രാജൻ ഓക്കെ അങ്ങനെ പാറിപ്പറക്കുന്ന ഒരു റോള്. സിജു സണ്ണിയും സാഫ് ബോയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചുള്ള ഒരു ക്യാരക്ടർ നടൻ എന്ന് പറയുന്നത് ജോമോൻ ജോതിറാണ്. ഒരു രക്ഷയില്ല. ഡോക്ടർ ജോർജ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റായിട്ട് ആ ബിഗിനിങ്ങിൽ എനിക്ക് അങ്ങ് ഹുക്കായില്ല റോള്. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ അഴിഞ്ഞോട്ടാ. പുള്ളി ഒരു പക്ഷി രാജനായിട്ട് വരുന്ന സാധനമുണ്ട്, ഈ മറ്റേ ഇത് പറയുന്നത് ഭാവി ഭൂതം പറയുന്ന ആളായിട്ട്. ഒരു രക്ഷയില്ലാത്ത സീനായിരുന്നത്. അതിൽ പുള്ളി മുരുകനെ വിളിക്കുന്നുണ്ട്, മുരുക പുല്ല് മുരുക എന്നൊക്കെ പുള്ളി വിളിക്കുന്നത്. അതുകൂടാതെ തൊങ്കൾ ജോർജ് കുളങ്ങരെ പോലെ അലഞ്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ സാധനം പുള്ളി കൈനിട്ടാണോ എന്തായി കഴിഞ്ഞാലും കിടുവായിട്ട് ജോമോൻ ജോതർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ കാസർഗോഡ് ബെൽറ്റിലുള്ള അദ്ദേഹം, മറ്റേ കോമൺ സോഡിൻ്റെ ആൾ. പിന്നെ ജഗദീഷ് ഇതിൽ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത് അച്ഛനായിട്ട്, പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട്. പിന്നെ കൊടച്ചനാട് കനകലത ജയജയഹയിൽ അമ്മയായിട്ട് അഭിനയിച്ച് ബേസലിൻ്റെ, അവരും ഇതിൽ വേലക്കാരിയിട്ടാണ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ നടി രേഖ, ഹോട്ടലിലൊക്കെ ലാലേട്ടൻ്റെ നായികയായിട്ട് അഭിനയിച്ചുള്ള രേഖ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, ആരും മോശമാക്കിയിട്ടില്ല. ഇർഷാദ്, കോട്ടയം രമേശ്, അഖിൽ കവലിയൂർ, ബൈജു,
എല്ലാവരും അതാ പറഞ്ഞു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഒരു ക്ലൈമാക്സിൽ പൊട്ടിച്ചതാണ്. പിന്നെ സ്പൂഫ് പരിപാടിയൊക്കെ ചിലത് വർക്കായിട്ടുണ്ട്, ചിലത് എനിക്ക് അത്ര വർക്കായിട്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഓവറോൾ മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് ആ പരിപാടി നടന്നിട്ടുണ്ട്. ഈവൻ സ്കോറിങ്ങിൽ പോലും അത് നടന്നിട്ടുണ്ട്. മായൻകുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത് ചെയ്തിരിക്കുന്ന അശ്വിൻ വിജയനാണ്. പുള്ളിയെ ഇതിൽ ഓവറാക്കാൻ വേണ്ടി വിട്ടിട്ടില്ല, കൺട്രോൾഡായിരുന്നു. പുള്ളിയെ അങ്ങനെ വിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കൺട്രോൾഡായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ ഒരു ഹൈപ്പുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അജു അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. അജു വേറെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതരം ജോൺറയിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ. അതിൽ പലതും ഗംഭീര സിനിമകളാണ്. അക്കൂട്ടത്തിലേക്ക് അങ്ങനെ അതിഗംഭീരം എന്നൊന്നും പറയാൻ പറ്റൂലെങ്കിലും നല്ല രീതിക്ക് വൃത്തിക്ക് രസിച്ച് ഒരു ഫൺ റൈഡ് പോലെ കാണാൻ പറ്റുന്ന കുറേ നാളായിട്ട് ഇത്തരം പടങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ കണ്ടു നോക്കാവുന്ന, കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂരമ്പല നടൈ.